ഹലോ ഫ്രണ്ട്സ്, ഇത് കണ്ടോ? നല്ല കരിമീന, ഫ്രഷായ കരിമീന. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പുഴയിൽ ഈ മീൻ കിട്ടുക, എൻ്റെ വീടിൻ്റെ ബാക്കിലുള്ള പുഴയിൽ നിന്ന് പിടിച്ച മീനാട്ടോ. കുറച്ച് കഷ്ണം മീനുണ്ട്. ഞാൻ ഇതിനെ പൊള്ളിക്കാൻ പോകുക. ഫസ്റ്റ് മസാല തേച്ചത് വാഴയിലയിൽ അങ്ങനെ പൊള്ളിക്കാനായിട്ട് ഞാൻ കുറച്ച് വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ള മസാലകളാണ് കുറച്ച് ചെറുള്ളി അരിഞ്ഞത്, കുറച്ച് സബോള അരിഞ്ഞത്, ഇത് പച്ചമുളക് കുറച്ച് നീളത്തിന് അരിഞ്ഞ് വെച്ചതാണ്, മറ്റേ ഇത് കുറച്ച് ഇഞ്ചി. ഇത്രയും വേണ്ട. അപ്പോൾ ഞാൻ ഇതിന്ന് കുറച്ചെടുത്തിട്ട് ബാക്കി അവിടെ വെച്ചു. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞു തരാവേ. അപ്പോൾ കുറച്ച് തക്കാളി എടുത്തു, ഇത്തിരി എടുത്തോളൂ, ഞാൻ ഒരുപാട് വേണ്ട തക്കാളി. അപ്പോൾ അങ്ങനെ ഇതെല്ലാം അവിടെ ഇരിക്കട്ടെ. കുറച്ച് കറിവേപ്പില മാറ്റി വെച്ചു, അതും അവിടെ എടുത്ത് വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മസാല അടിക്കുമ്പോൾ എല്ലാം ഒരു പ്ലേറ്റിൽ ഇരിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് എല്ലാം ഒരു ഭാഗത്ത് വെച്ചു. എന്നിട്ട് ഞാൻ ആ മീൻ എന്ത് ചെയ്യുന്ന ആ മീനിനെ മാറ്റി വെച്ച് അപ്പോൾ ഞാൻ അടുപ്പിലാണ് ഉണ്ടാക്കാൻ പോണത്, വിറകടുപ്പിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാം, ഈ സ്പെഷ്യലായിട്ടുള്ള മീൻ പൊള്ളിക്കലാണ്. അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളികേരം ചിരണ്ടിയതാണിത്. കുറച്ച് ഒരുപാട് വേണ്ട, കുറച്ച് നാളികേരം ചിരണ്ടിയതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ എന്ത് ഇടുന്നറിയോ? കുറച്ച് മാങ്ങ കഷ്ണങ്ങൾ. ഇത് പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നതാണ്, നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലത്തെ മീൻ പൊള്ളിക്കലല്ല അത്. അപ്പോൾ കുറച്ച് മാങ്ങ ഇടും. പിന്നെ ഇത് സ്പെഷ്യലായിട്ടൊരു മീൻ പൊള്ളിക്കലാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് വാഴയില വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. 1-2 വാട്ടണം, ഒന്ന് പോരാ. അപ്പോൾ 2-3 വാട്ടിയെടുക്കട്ടെ പറഞ്ഞിട്ട് വിറകടുപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ അതിനെ വാട്ടിയെടുക്കട്ടെ. അപ്പോൾ അത് വാട്ടിയെടുത്തു. അപ്പോൾ അത് ഈ മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് അത് വാഴയിലയിൽ പൊതിയണമെങ്കിൽ അത് കെട്ടാനുള്ള വാഴനാര് വേണ്ടേ? അപ്പോൾ ഞാനത് പറിക്കാനായിട്ട് പോകുകയാണ് കത്തി എടുത്തിട്ട്. അപ്പോൾ വാഴത്തണ്ട് പറിച്ചു. എന്നിട്ട് അതിൻ്റെ ഇലയൊക്കെ കീറിച്ച് അങ്ങോട്ട് കളഞ്ഞിട്ട് ഞാൻ ആ വാഴ അതിൻ്റെ തണ്ടില്ലേ അതിനെ പൊട്ടിച്ചിട്ട് നാരുണ്ടാക്കണേ. അപ്പോൾ അതിനിടയിൽ എന്നോട് വക്കീൽ എന്തോ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചിരി വന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് വീണ്ടും കിച്ചണിലേക്ക് വന്നു. കിച്ചണിൽ വന്നിട്ട് ആ വാഴത്തണ്ട് നേരെ പൊളിച്ച് കയറുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2-3 കയറ് വേണം. അപ്പോൾ ഞാൻ 2 കയറ് മതി എന്ന് പറഞ്ഞുകൊണ്ട് 2 കയറ് നല്ല ഭംഗിയിൽ എടുക്കട്ടെ. ഒരു കയറ് അങ്ങനെ കേടുവന്ന് പോയി. അപ്പോൾ 2 കയറ് എടുക്കാമെന്ന് വെച്ചിട്ട് 2 കയറാക്കി എൻ്റെ അവിടെ വെച്ചു. ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചു. ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ്, ഓയിലല്ല, വെളിച്ചെണ്ണയും കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറയാം. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചു. ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ശരി വെളിച്ചെണ്ണ ഒഴിച്ച് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് വെളിച്ചെണ്ണയും കൊണ്ട് ഉണ്ടാക്കുന്നത്. ഓയിൽ ഒഴിച്ച് അത്ര ടേസ്റ്റ് വരില്ല. അപ്പോൾ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ കൊണ്ടുവന്നു. അപ്പോൾ അത് ഒഴിച്ചുണ്ടാക്കിയത്. അപ്പോൾ ഈ മീനിൽ ഞാൻ മസാല ആദ്യമേ തേച്ച് വെച്ചിട്ടുണ്ട്. അതപ്പോൾ അത് ഉപ്പ് മസാലയും പിടിക്കട്ടെ പറഞ്ഞിട്ട് അതിൽ തേച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് കരിമീനാണ് കണ്ടോ. നല്ല ഞാൻ അതിൻ്റെ മുള്ളും വാലും ഒന്നും കളഞ്ഞില്ല, ഒന്ന് ഭംഗിയിലൊന്ന് പൊരിച്ചെടുക്കട്ടെ. ഒരു അര വേവിൽ വേണം ഇത് പൊരിക്കാനായിട്ട്. അപ്പോൾ നേരത്തെ തന്നെ മസാല തേച്ച് വെച്ചാൽ മസാല പിടിക്കട്ടെ എന്ന് വെച്ചിട്ട് വെച്ചതാണ്. നല്ല വെയിറ്റുള്ള മീനാട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഞാനത് ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ വെച്ച് അതിൻ്റെ മേലേക്ക് അങ്ങനെ ഇട്ടു. പിന്നെ ഒരു ചെറിയ മീനും കൂടി ഉണ്ട് അതിനൊപ്പം. അപ്പോൾ ശരി, അതും പാടായില്ലിടാം. അപ്പോൾ 2 പാടെ ഒരു അര വേവിൽ അങ്ങ് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിനെ മെല്ലെ തീ നല്ലോണം കത്തണ കാരണം അത് പുകഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അതിനെ പതുക്കെ മെല്ലെ മറിച്ചിട്ട് അതിനെ മെല്ലെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേഗട്ടെ അത് വെന്തത്. അപ്പോഴേക്ക് വക്കീൽ എന്നോട് എന്തൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ചട്ടകം ഒന്ന് വീശി കാണിച്ചു. വക്കീൽ ചട്ടകം നല്ല ചൂടാണ്, എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്ക് മീൻ വെന്തു. ഞാൻ അതിനെ എടുത്തു. അര വേവേ വേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ വേഗം അതിനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് എടുത്തു. അങ്ങനെ മാറ്റി വെച്ചു. അപ്പോൾ ഞാനിതാ വക്കീലിനെ കാണിച്ചുകൊണ്ട് മീൻ അവിടെ വെച്ചു. അപ്പോൾ വക്കീൽ പറയുക അത് അരവേവല്ലേ ആയുള്ളൂ ചേച്ചി, ചട്ടി പോകണം. അപ്പോൾ ഞാൻ ആ മസാല, മീൻ പൊരിച്ച മസാലയിൽ തന്നെ ചെറിയുള്ളി അരിഞ്ഞതിട്ടു. എന്നിട്ട് ആ അരിഞ്ഞതിലിട്ട് അപ്പോൾ ഈ മീൻ പൊള്ളിച്ച ഓയിലിൽ തന്നെ നമ്മൾ ഈ ഉള്ളിയിട്ട് എല്ലാ മസാലകളും ഇട്ട് ഇളക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇല്ലേ, എന്തൊരു ടേസ്റ്റ് ആയിരിക്കും അറിയാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ അത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സബോള അരിഞ്ഞത് കുറച്ച് നല്ല പൊടിയായിട്ട് അരിഞ്ഞ്